ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അദ്ദേഹമാണ് ലോകത്താദ്യമായി സംഘടിതമായ തോതിൽ, അല്ലാതെ കൊണ്ട് സ്വയം തൊഴിൽ സംരംഭങ്ങളും സ്വയം സഹായ സഹകരണ സംഘങ്ങളും കുടുംബ സംഘങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ സംഘടിതമായി ജനങ്ങളെ, സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വയം സഹായ സംഘം രൂപീകരിച്ചത് മുഹമ്മദ് യൂനുസാണ്. അതിന് അദ്ദേഹത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡും ഒക്കെ കിട്ടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഇന്ത്യ വിരുദ്ധനായി മാറിയ, പ്രധാനമന്ത്രിയായിട്ടൊക്കെ മാറി അവിടെ ആഭ്യന്തര കലാപമൊക്കെ ഉണർത്തിവിട്ടു. അത് വേറൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയത്തിൻ്റെ പർവ്യൂവിൽ വരുന്നതല്ലത്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ആലപ്പുഴയിലും മലപ്പുറത്തുമൊക്കെ വളരെ കൃത്യമായ തോതിൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പിലാക്കിയിരുന്നു. പോവർട്ടി അലിവേഷൻ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. സ്വയം സഹായ സംഘങ്ങളാണ് ആദ്യം SHG, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന പേരിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസുകളുടെ കീഴിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറയുന്നവരുടെ സംവിധാനങ്ങൾക്ക് കീഴിൽ കേരളത്തിൽ സ്വയം സഹായ സംഘങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കുടുംബശ്രീ എന്ന സംവിധാനം വന്നത്. കുടുംബശ്രീ എന്ന സംവിധാനം വന്നതിന് ശേഷം TK ജോസ് IAS എന്ന് പറയുന്ന അദ്ദേഹത്തെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വരുത്തുകയും 2 ഗവൺമെൻറ്റിൻ്റെ കാലത്തും LDFൻ്റെയും UDFൻ്റെയും കാലത്തും അദ്ദേഹം തന്നെ അവിടെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇരിക്കുകയും വലിയൊരു സംഘം ടീമിനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോവുകയും അദ്ദേഹം തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടതെന്ന്. അദ്ദേഹത്തിന് സർവ്വതന്ത്ര സ്വാതന്ത്ര്യം ഗവൺമെൻറ്റുകൾ അനുവദിച്ചു കൊടുത്ത്, അങ്ങനെ അവിടുത്തെ നിയമനത്തിൽ പോലും ഗവൺമെൻറ്റുകളൊന്നും ഇടപെടാതെ വലിയ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനം പടുത്തുയർത്തി. കുടുംബശ്രീയിൽ TK ജോസ് അവരുടെ IASൻ്റെ ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി മറ്റൊരു പോസ്റ്റിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് തന്നെ കുടുംബശ്രീ മാൻ എന്നാണ്. സ്ത്രീകളെ സംഘടിപ്പിക്കുന്ന രീതിയിൽ രാപ്പകൽ പണിയെടുത്ത വളരെ വലിയ തോതിൽ ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നത് കുടുംബശ്രീയിലെ TK ജോസ് തന്നെയാണ്. കുടുംബശ്രീയെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകൾ പഠനം നടത്തിയിട്ടുണ്ട്, പലരും PhD ചെയ്തിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങളുണ്ട്. ഇന്നിപ്പോൾ കുടുംബശ്രീയെക്കുറിച്ചുള്ളൊരു നിരീക്ഷണം, എന്തിനാണോ കുടുംബശ്രീ ഉണ്ടാക്കിയത് അതിൽ നിന്ന് ഒരുപാട് തെന്നിമാറി നാട്ടിൽ പോകുന്ന സകലവിധ പരിപാടികളും കുടുംബശ്രീ ഏറ്റെടുക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നു. കുടുംബശ്രീ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് പ്രാദേശികമായ സ്ത്രീകളുടെ കൂട്ടായ്മ, 5 മുതൽ 10 മുതൽ 20 മുതൽ വരെയുള്ള സ്ത്രീകൾ സ്വയം സംഘടിച്ച്, അവർ സ്വയം പൈസയിട്ട്, അവർ സ്വയം ഒരു ഗ്രൂപ്പായി രജിസ്റ്റർ ചെയ്ത്, ആ ഗ്രൂപ്പിനൊരു പേരൊക്കെ ഇട്ട്, അവർ മാസത്തിലും ആഴ്ചയിലും ഒരിക്കൽ കൂടി അവർ ചിട്ടിയെല്ലാം പിരിച്ച് പരസ്പരം ചിട്ടിയെല്ലാം കൊടുത്ത്, അവർ പിന്നെ മൈക്രോ യൂണിറ്റുകൾ ഉണ്ടാക്കി, ആ യൂണിറ്റുകൾ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി സ്വയം പര്യാപ്തത്തിലേക്ക് വരിക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കുടുംബശ്രീയുടെ ജോലി. പക്ഷേ നാട്ടിൽ കിടക്കുന്ന സകല പരിപാടികളും കുടുംബശ്രീ ഏറ്റെടുത്ത് ഇന്ന് ഞാൻ പറയുന്നത് പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതൊരു വിമർശനമല്ല, ഒരു പദ്ധതിയെ തകർക്കാനല്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ അംഗമായിട്ടുള്ളൊരു പദ്ധതിയാണത്. വളരെ നല്ല പദ്ധതിയാണ്. പക്ഷേ പലപ്പോഴും കുടുംബശ്രീയിൽ നടക്കുന്ന പ്രോജക്റ്റുകൾ ഒരു ദിശാമാറ്റം ഉണ്ടോ എന്നൊരു സംശയം പല ഭാഗത്തുനിന്ന് വരുന്നു. പല പഠനങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, കുടുംബശ്രീയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരലും അവരുടെ ശാക്തീകരണവുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് വഴിമാറി പല രൂപത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക, സർവേകൾ നടത്തുക, മറ്റ് പഠനങ്ങൾ നടത്തുക, ഇങ്ങനെ ഒരുപാട് പഞ്ചായത്തിൽ വരുന്ന എന്ത് പരിപാടിയും കയറി പിടിക്കുന്ന ഒരു സംഘമായി കുടുംബശ്രീയെ പലപ്പോഴും രൂപപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയം വ്യാപകമാണ്. അത് തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ അടിസ്ഥാനപരമായി എന്തിനാണോ കുടുംബശ്രീ സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നിന്നൊരു വ്യതിയാനം വരുന്നുണ്ടോ എന്ന സംശയമാണ്. ഒരിക്കലും ഇതൊരു ആക്ഷേപമായി പറഞ്ഞതല്ല, ഒരു തർക്കമായി പറഞ്ഞതല്ല, വിവാദമായി പറഞ്ഞതല്ല. കുടുംബശ്രീ അതിൻ്റെ കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ളൊരു സംവിധാനമാണ്. അതിൻ്റെ ലക്ഷ്യം കുടുംബശ്രീ നേടുന്നുണ്ട്. പക്ഷേ ആ നേടുമ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് അത് തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ചർച്ചകൾ വരുന്നത്. നമ്മളോട് തന്നെ പല പഠനങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് യഥാർത്ഥ ഫോക്കസിൽ നിന്ന് കുടുംബശ്രീ മാറുകയാണോ എന്നുള്ളതാണ്. എങ്കിൽ അത് വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമെന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ വൈവിധ്യവൽക്കരിക്കുമ്പോൾ അടിസ്ഥാന ശില മാറിപ്പോകാതിരിക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതാണ്. അങ്ങനെ സ്ത്രീകൾക്ക് കൂടുതൽ കരുത്തും പിന്നെ അവർക്ക് അധികാരവും അവർക്ക് സമ്പത്തും അവർക്ക് നന്മയും ഉണ്ടാകട്ടെ. അങ്ങനെ സ്ത്രീകളുടെ
ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയമായ തുല്യതയും സാമൂഹ്യ പദവിയും അന്തസ്സുമൊക്കെ കൂടുതൽ ഉയരട്ടെ.